Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്സേ. മിസ് കഴിച്ചാ? ഞാൻ കഴിച്ചു. ശിവ വിളിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ആരെങ്കിലും? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? കുട്ടികള് 7ാം ക്ലാസ്സിലെ ആൾക്ക് കിട്ടിയിരിക്കണതെന്ന്. അപ്പൊ കുട്ടികളെന്നെ കടക്കി എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ആള്. പിന്നെ വൈവയുടെ അത് കേട്ടപ്പോഴേ ടെൻഷനായിട്ട് വിളിച്ചതാ. എന്നാ ഇത്ര പെട്ടെന്ന് വരുമോന്ന് അറിയില്ല. അപ്പൊ എന്തൊക്കെയാണ് മിസ് പറഞ്ഞത് ക്ലാസ്സില് വൈവേനെ കുറിച്ചിട്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടേ. അങ്ങനെ ഇന്നലെ ജിഷ മിസ് കയറിയപ്പോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? മിസ് പറഞ്ഞായിരുന്നു. ചെലപ്പം PG-കാരുടെ കുറച്ച് വൈകും എന്ന് പറഞ്ഞു വൈവയ്ക്ക്. പിന്നെ അപ്പാരറ്റസ് റെക്കോർഡ്ന്നാവും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ പ്രീ സ്കൂളിന്റെ ഒക്കെ, അതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങക്ക് ഭയങ്കര ടെൻഷൻ. അധികം ദിവസമില്ലല്ലോ, പെട്ടെന്ന് പറഞ്ഞ കാരണേ ഭയങ്കര ടെൻഷനാണ്. ഡേറ്റ് മാറ്റി 19-ാം തീയതിക്ക് ആക്കി. അതെ അതെ, PG ആണ്. കാരണം നമ്മള് PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിരിക്കും ചിലപ്പോ. PG ക്ലാസ്സിൽ നമ്മൾ സെമിനാർ പ്രസന്റ് ചെയ്യാറുണ്ട്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ തന്നെ മാർക്ക് ഇട്ട് പോകും. മിസ് ഒരു സംശയം. ഇന്നലെ മറ്റേ ബാച്ചിലത്തെ കുട്ടികളുള്ള കാരണം ജിഷ മാമിനോട് ചോദിക്കാൻ പറ്റിയില്ല. നമ്മള് PG-കാരോട് ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നമുക്കത് കാണാണ്ട് പറയണോ? കാണാണ്ട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പ്രിപ്പയർ ആയിട്ട് വെച്ചാൽ നല്ലതാണ് പ്രസന്റ് ചെയ്യാനായിട്ട്. കോൺഫിഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നോക്കി വായിക്കാം, കുഴപ്പമില്ല കേട്ടോ. കാണാൻ പോകുന്നൊന്നുമില്ലല്ലോ എന്തായാലും. വീഡിയോ ഓൺ ചെയ്താൽ മാത്രമല്ലേ കാണുള്ളൂ ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോ. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ നോക്കുന്നത് കേട്ടോ. കോൺഫിഡന്റ് ആയിട്ട് പേടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ നമ്മള് സെമിനാർ ക്ലാസ് സമയത്ത് തന്നെ സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോ അപ്പൊ തന്നെ അതിന്റെ മാർക്ക് ഇട്ട് പോകും. അപ്പൊ പിന്നെ അധികം പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇപ്പൊ എന്റെ ക്ലാസ്സിലാണ് സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപർണ മിസ് ആണ് വൈവ എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് പറഞ്ഞാൽ മതി ഇങ്ങനൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ വേണമെങ്കിൽ 2 or 3 വെച്ച് അതിനെ കുറിച്ചൊന്നും ബ്രീഫ് ചെയ്ത് കൊടുക്കാം. എടുത്ത ടോപ്പിക് തന്നെ വേറെ മിസ്സുമാർക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. മാം ഒരു ഡൗട്ടേ, നമുക്ക് ഇഷ്ടമുള്ള പോർഷൻ എടുക്കാവോ സെമിനാർ? ഇഷ്ടമുള്ള പോർഷൻ എടുക്കാം, അതായത് നമുക്ക് ഇപ്പൊ മൊഡ്യൂള് 5 മൊഡ്യൂളിലുള്ള ഏത് മൊഡ്യൂളിലെ ഏത് യൂണിറ്റ് വേണമെങ്കിലും എടുക്കാം, അങ്ങനെയാണോ? ഏതാണ് PG ആണോ? PG ആണ്. അങ്ങനെയല്ല, നമ്മൾ PG-യില് 4 ഉം 5 ഉം മൊഡ്യൂളല്ലേ ഉള്ളത്. 4 ഉം 5 ഉം മൊഡ്യൂളില് അതിനകത്താണ് PG സബ്ജക്ട് വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്, ഏതെങ്കിലും ഇപ്പോ എന്റെ ക്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ടോപ്പിക് എടുക്കാം. ജിഷ മിസ്സിന്റെ ക്ലാസ്സിലാണെങ്കിൽ ജിഷ മിസ് എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും എടുക്കാം. അപ്പൊ മിസ്സുമാർ എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എടുക്കുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് പഠിച്ചു പോവുകയാണല്ലോ ആ ക്ലാസ്സിൽ. അപ്പൊ അത് കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അങ്ങനെ നോക്കിയാൽ മതി. അത് PG ക്ലാസ് തുടങ്ങുമ്പോൾ പറയും, ചിലപ്പോൾ ടോപ്പിക് തന്നെ മിസ്സുമാര് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് എടുക്കാം, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഞാൻ പ്രയർ ചെയ്യട്ടെ? എന്തോ പ്രയർ ചെയ്യട്ടെ? പ്രയർ ചെയ്തു. ദൈവമേ കൈത്തോഴാൻ കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം.
എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം. നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം. നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം. ദുഷ്ടസംസർഗം വാരാതെയാക്കിയിടണം. ശിഷ്ടരായുള്ളവർ തോഴരായിടണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവേണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. ആരെങ്കിലും സൈനിങ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട്. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ് എനിക്ക് തന്നത്. കമ്മ്യൂണിറ്റി പ്രയർ കഴിഞ്ഞ പ്രാവശ്യം ആരോ പറയാനുണ്ടായിരുന്നു അല്ലെ? കമ്മ്യൂണിറ്റി പ്രയർ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, കമ്മ്യൂണിറ്റി പ്രയർ എന്താണെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ ഞാൻ. അല്ലേ? ഇനിയുള്ളത് 5th, 6th and 7th അല്ലെ? 5, 6, 7 കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതുപോലെ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. ഈ മൂന്ന് ടോപ്പിക്കും റെഡിയാണോ ചെയ്യാനായിട്ട്? കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആരാ ചെയ്യുന്നത്? രാജലക്ഷ്മിയോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജലക്ഷ്മി റെക്കോർഡ് മിസ് അതുകൊണ്ട് ഇതോ ഓർമ്മയില്ല. എന്തെങ്കിലും കേൾക്കുന്നില്ല. റെക്കോർഡ് എഴുതുകയായിരുന്നേ. റെക്കോർഡ് എഴുതുമായിരുന്നു, അപ്പൊ ചെയ്തിട്ടില്ല. ഓക്കെ, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമോ? അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസോ? അത് ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സുബിതയാണ് അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും 5ാമത്തെ പോയിന്റ് ഒന്ന് വായിക്കാം കേട്ടോ. എട്ട്, 9, 10 ആ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആണോ? യൂണിറ്റ് 8, 9, 10 മൂവ്മെന്റ്, ടെൻഡൻസീസ് ഓഫ് മാൻ, മോണ്ടിസോറി ടേംസ് അല്ലേ? അല്ല, ഇതില് നമ്മുടെ പാർട്ട് 4-ല് 7 കഴിഞ്ഞിട്ട് 8, 9 ഗുഡ് മാനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആണോ? ഗുഡ് മാനേഴ്സ് എടുത്തു. സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എടുത്തോ? എടുത്തു. പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തു. അപർണ മാമാണ് എടുത്തത് 3 ചാപ്റ്ററും. എടുത്തല്ലേ? ടെൻഡൻസീസ് എടുത്തിട്ടില്ലല്ലോ നമുക്ക്. ടെൻഡൻസീസ് എടുത്തിട്ടില്ല. ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തിട്ടില്ലല്ലോ യൂണിറ്റ് അല്ല പാർട്ട് 3-ല്. 9 അല്ലേ? യൂണിറ്റ് 9 എടുത്തിട്ടില്ല. 8 എടുത്തിട്ടില്ല. മൂവ്മെന്റ് എടുത്തിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ ഒന്ന് വരാം. ഒന്ന് പെൻ എടുത്തിട്ട് വരട്ടെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഓക്കെ.
ഇനി സുരേഷ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത്? അത് യൂണിറ്റ് അത് മറ്റേ ഇപ്പൊ മാം എടുക്കണ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലെ 8ഉം 9ഉം 10ഉം എടുത്തിട്ടില്ല. 8 എടുക്കാനുണ്ട്, 9, 10. അതായത് മൂവ്മെന്റ്, ടെൻഡൻസീസ് ഓഫ് മാൻ, മോണ്ടിസോറി ടൈംസ് അല്ലേ? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഒരു മിനിറ്റ് കേട്ടോ മാം. 118. 2-3 ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതെടുത്തു. സുബിതയ്ക്ക് അറിയോ സൊസൈറ്റി എടുത്തിട്ടില്ല. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എടുത്തിട്ടില്ല. അല്ലേ? 6ാമത്തെ. ഓക്കെ, അപ്പൊ 4 ചാപ്റ്റർ അല്ലേ എടുക്കാനുള്ളത്? യെസ് മാം. ഓക്കെ. പേജ് നമ്പർ 182. നമുക്ക് കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. Pupils may be aided to develop artistic talent and skills. The under-mentioned occasions may be utilized for the purpose. First one, operating school anniversaries, sports day, etc. Organizing cultural festivals, art exhibitions, musical performances, literacy displays, etc. Third point, inspire the students to participate in hobbies, games, sports, dramas, folk dances, recitations, or empowering ideas like the unity of our heritage, religious tolerance, etc. The last one, operating inter as well intra-school competitions in different areas. Okay. അപ്പൊ കുട്ടികളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ, അതായത് കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അതായത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് എന്താ പറയാ, അവരുടെ ധാരാളമായിട്ടുള്ള ടാലന്റും സ്കിൽസുകളൊക്കെ ഉണ്ടാവുക അല്ലെ. കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ടാലന്റ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, പലതരത്തിലുള്ള സ്കില്ലുള്ളവരുണ്ടാവില്ലേ? എല്ലാവർക്കും ഒരുപോലെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളാണുള്ളത് അല്ലെ. അപ്പോ അത്തരത്തിൽ അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ ആദ്യത്തേതാണത് സ്കൂൾ ആനിവേഴ്സറീസ്, അതായത് സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ നടത്തുക, സ്പോർട്സ് ഡേ നടത്തുക, അത്തരത്തിലുള്ള പരിപാടികൾ, അതായത് കുഞ്ഞുങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ എക്സിബിഷൻസ് സംഘടിപ്പിക്കുക, ആർട്ട് എക്സിബിഷൻസ്, പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസ് സംഘടിപ്പിക്കുക, പിന്നെ ലിറ്ററസി ഡിസ്പ്ലേസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, ഇൻസ്പയർഡ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹോബീസ്, games, sports, dramas, folk dance, recitations in all mirroring ideas like the unity of our heritage, religious tolerance, etc. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് സ്റ്റുഡൻസിന് ചില ഹോബീസ് ഉണ്ടാകും, ചില കളികളിൽ അവർ ഏർപ്പെടും, പിന്നെ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് പരമായിട്ടുള്ള കായിക വിനോദങ്ങളുണ്ട്, അതുപോലെ ഡ്രാമകളുണ്ട്, പിന്നെ നാടോടി നൃത്തങ്ങളുണ്ട്, പിന്നെ പാരായണങ്ങൾ, റെസിറ്റേഷൻ ഉണ്ടല്ലോ അതുണ്ട്, എന്നിവയിലും പങ്കെടുക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോ ഈ ടീച്ചേഴ്സ് പറയാറുണ്ട് കുട്ടികളോട്, അല്ലെ, ഇപ്പോ സ്പോർട്സ് ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെ, കായികപരമായിട്ടുള്ള കളികളൊക്കെ നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയാറുണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ. ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പാർട്ടിസിപ്പേഷൻ ആണ് പ്രധാനമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? എന്തുകൊണ്ടായിരിക്കാം?
അങ്ങനെ പറയാൻ കാരണം? കുട്ടികളുടെ കുട്ടികളുടെ സ്റ്റേജ് സ്റ്റേജ് ഫിയറൻസ് കുറയ്ക്കാനായിട്ട്. ഒന്നാമത്തത് സ്റ്റേജിൽ ഒരു ഭയം, അത് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഉള്ളത്. സ്റ്റേജിൽ കയറുമ്പോഴുള്ള ഒരു ഭയം കുറയ്ക്കാനുള്ള ഒരു നല്ല കാര്യമാണ്. പിന്നെ എല്ലാത്തിലും പങ്കെടുത്ത അവരുടെ കഴിവുകൾ, പല കുട്ടികൾക്കും പല കഴിവാണല്ലോ. അപ്പോ ചിലപ്പോ ചോദിച്ചിട്ട് വേണ്ടി വരും ഓരോരുത്തർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനായിട്ട്. കുട്ടികളെ സംബന്ധിച്ച് അവര് ഓരോ ഐറ്റത്തിന്റെ പേര് പറയുമ്പോഴേക്കും അവര് പറയും ഞങ്ങളുണ്ട് എന്ന് പറയും. വലിയ ആൾക്കാരുടെ പോലെ അല്ലല്ലോ. അതിനൊക്കെ നല്ലതാണ് ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിച്ച് അവരെന്നെ പങ്കെടുപ്പിക്കുമ്പോൾ അവരുടെ ഒരു പേടി മാറും. എന്താ പറയാനുള്ളേ? ഞാനും അത് തന്നെയാ മിസ്സേ പറഞ്ഞത്. സ്റ്റേജ് ഫൈറ്റ് മാറി കിട്ടും, പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. ലൈവ് ക്ലാസ്സിൽ കയറാറുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ കേറാറില്ല. എനിക്ക് സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നവിടെ ടീച്ചേഴ്സ്മാർക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലീവാണ്. അതുകൊണ്ട് കേറിയതാണ്, ഇല്ലെങ്കിൽ കേറാൻ പറ്റത്തില്ല. റെക്കോർഡ് ക്ലാസ് ആണ് കൂടുതലും അതെ. പിന്നെ വെക്കേഷൻ ടൈമിൽ കേറിയിട്ടില്ല. ക്ലാസ് കാണാറുണ്ടോ മുടങ്ങാതെ? ഇപ്പൊ ഇടയ്ക്ക് വെച്ചൊത്തിരി മുടങ്ങി പോയി. എങ്കിലും ഓർഡർ അനുസരിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ പറഞ്ഞ പോലെ ഗെയിംസിലാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ്, ഇങ്ങനെയുള്ള സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തില് കുട്ടികളുടെ സ്റ്റേജ് ഫിയർ, അതുപോലെ തന്നെ അതായത് എല്ലാ കാര്യങ്ങളിലും പേടിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അയ്യോ ഞാൻ ജയിച്ചാൽ, ഞാൻ അതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ തോക്കുവോ, ആരെങ്കിലും എന്നെ കളിയാക്കുവോ, അങ്ങനെയൊക്കെയുള്ള ധാരാളം ചിന്തകളുണ്ട് കുഞ്ഞുങ്ങളിൽ. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ടീച്ചേഴ്സ് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് ഇന്റർ ആസ് വെൽ ആസ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിനുള്ളിലും സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കും. അതായത് സ്കൂളിനുള്ളിൽ തന്നെ അവിടെയുള്ള കുട്ടികളിൽ തമ്മിൽ അതായത് പലതരത്തിലുള്ള മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ് വെക്കുക. അതിപ്പോ സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വിസുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ, പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക. അതായത് മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വന്നിട്ട് ഈ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് എന്ത് ചെയ്യാം, മത്സരിക്കുക. പലതരത്തിലുള്ള സ്പോർട്സിലും ആർട്ടിലൊക്കെ വരുന്നതാണ്. ഡിഫറെന്റ് ഏരിയാസിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടികളുടെ കഴിവ് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഈ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതിലൂടെ നമ്മുടെ എന്താ പറയാ, സാംസ്കാരിക പൈതൃകം എന്ന് പറയും, കൾച്ചറൽ ഹെറിറ്റേജ് വർദ്ധിക്കുന്നതാണ്. പിന്നെ യൂണിറ്റ് വർദ്ധിക്കും. അതുപോലെ തന്നെ ടോളറൻസ്, മതസഹിഷ്ണുത അല്ലെ, റിലീജിയസ് ടോളറൻസ് എന്ന് പറയും. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് പലതരത്തിലുള്ള കുട്ടികളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ അവരിൽ തന്നെ ഒരു യൂണിറ്റി ഉണ്ടാകാനും, ഒരു റിലീജിയസ് ടോളറൻസ് വരാനും, അതുപോലെ തന്നെ കൾച്ചറൽ ഫെസ്റ്റിവലിന് ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഒക്കെ കുട്ടികള് അവർക്ക് കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറൽ ആൻഡ് റെക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, അത് ആർക്കായിരുന്നു തന്നത്? മിനുവിനാണോ? ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. ആദ്യം അതൊന്ന് റീഡ് ചെയ്യട്ടോ. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് പറഞ്ഞാൽ മതി. Citizenship Training Program. The pupils may be imparted adequate training in citizenship
and other civic uh, virtues. The following measures may be implemented: regularly organizing school assembly, hoisting the national flag, and signing the national anthem, organizing mock parliament and debates on local and national problems, arranging trip to place of cultural, religious, and historic importance, celebrating national festivals, Republic Day, Independence Day, World Environment Day, etc. Establishing friendship club and cooperative societies. പൗരത്വ പരിശീലന പരിപാടി ആണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്നതിൻ്റെ ഇത്. അത് ഒരു രാജ്യത്തിൻ്റെ ശക്തി അതിലെ പൗരന്മാരുടെ മൂല്യങ്ങളിലും ഉത്തരവാദിത്വ ബോധത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത്. നല്ല പൗരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പങ്കുണ്ട്. കുട്ടികളിൽ ദേശീയ ബോധം, സാമൂഹിക ഉത്തരവാദിത്വം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ വളർത്തുന്നതിനായി പൗരത്വ പരിശീലന പരിപാടികൾ വളരെയധികം അത്യാവശ്യമാണ്. പൗരത്വ പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുക, ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കുക, സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തുക, നല്ല സ്വഭാവവും ശാസ്ത്രീയ മനോഭാവവും വളർത്തുക. പൗരത്വ പരിശീലനത്തിനുള്ള പ്രധാന മാർഗങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ അസംബ്ലികളുടെ നടത്തിപ്പ്, സ്കൂളുകളിൽ പതിവായി അസംബ്ലികൾ സംഘടിപ്പിക്കുക, ദേശീയ പതാക ഉയർത്തുക, ദേശീയഗാനം ആലപിക്കുക എന്നിവ കുട്ടികളിൽ രാജ്യസ്നേഹവും അച്ചടക്കവും വളർത്തുന്നു. പിന്നെ മോക്ക് പാർലമെന്റ്, പിന്നെ വാദപ്രതിവാദങ്ങൾ. പ്രാദേശികവും ദേശീയവുമായ പ്രശ്നങ്ങളെ കുറിച്ച് മോക്ക് പാർലമെന്റും ഡിബേറ്റുകളും സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ ജനാധിപത്യ ബോധവും അഭിപ്രായ സ്വാതന്ത്ര്യവും വളർത്തുന്നു. പഠനയാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക, മതപര, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ കുട്ടികൾക്ക് രാജ്യത്തിന്റെ പൈതൃകം നേരിട്ട് അനുഭവിക്കാൻ അവസരം നൽകുന്നു. ദേശീയ ദിനാചരണങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം, ലോക പരിസ്ഥിതി ദിനം തുടങ്ങിയ ദിനങ്ങൾ ആഘോഷിക്കുന്നതിലൂടെ സാമൂഹിക ബോധവും ഉത്തരവാദിത്വവും വളരും. സൗഹൃദ ക്ലബ്ബുകളും സഹകരണ സംഘങ്ങളും, ഫ്രണ്ട്ഷിപ്പ് ക്ലബ്ബുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും കുട്ടികളിൽ സഹകരണവും നേതൃത്വ ഗുണവും കൂട്ടായ്മയുടെ മൂല്യവും എന്നിവ വളർത്തുന്നു. പൗരത്വ പരിശീലന പരിപാടികൾ കുട്ടികളെ ഉത്തരവാദിത്വമുള്ള ബോധവാന്മാരായ പൗരന്മാരായി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു ശക്തമായ ഐക്യമുള്ള രാഷ്ട്രത്തിന്റെ അടിത്തറ സ്കൂൾ തലത്തിൽ തന്നെ നിർമ്മിക്കാനാകും. താങ്ക് യു മാം. മനസ്സിലായോ? അതായത് നമുക്കറിയാം സ്റ്റുഡൻസിൽ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണല്ലോ പറയുന്നത്. The pupils may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented. അതായത് കുട്ടികളിൽ നല്ല പൗരത്വ ഗുണങ്ങളും അതുപോലെ തന്നെ പൗരധർമ്മങ്ങളും വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആണെന്നുള്ളൊരു ബോധം കുഞ്ഞിന് ഉണ്ടാവാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് regularly organizing school assembly, hoisting national flag and singing the national anthem. അല്ലെ, നമ്മുടെ ഉള്ളിലെ പൗരത്വ ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. അതായത് സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുക്കുക. അല്ലെ, എല്ലാ കുഞ്ഞുങ്ങളും സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുക്കാറില്ലേ? മാറ്റി നിർത്താറുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല, എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറയാറുണ്ട്. അല്ലെ, എന്തുകൊണ്ടാ? എല്ലാ കുഞ്ഞുങ്ങളിലും ഈ ഒരു പൗരബോധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിൽ ഒന്ന് പറയുന്നത് ഈ സ്കൂൾ അസംബ്ലി നടത്തുക എന്നുള്ളതാണ്. സ്കൂൾ അസംബ്ലിയിൽ തന്നെ നമുക്കറിയാം നാഷണൽ ഫ്ലാഗ് അല്ലെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ, അത് ഉയർത്താറുണ്ട്. അതുപോലെ തന്നെ നാഷണൽ അന്തം അല്ലെ, നമ്മുടെ ദേശീയ ഗാനം നമ്മൾ പാടാറുണ്ട്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മള് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു പൗരബോധം കുട്ടിയിൽ വളരും, അല്ലേ? കുട്ടികൾ അങ്ങനെയല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യം അത് നമ്മുടെ രാജ്യമാണ്. ആ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യ എന്റെ രാജ്യമാണ്, അല്ലെ? എല്ലാ ആളുകളും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ കാര്യം പറയുന്നതിലൂടെ കുട്ടിയിൽ പൗരബോധം ഉണ്ടാവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് എന്തിനും നമ്മുടെ ഇന്ത്യയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരാണെന്നുള്ളൊരു ചിന്ത ആ ഫ്ലാഗ് ഉയർത്തുമ്പോൾ വരാറുണ്ട്, അല്ലെ? നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിനും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടി പിടിക്കാറുണ്ട്, അല്ലെ? ത്രിവർണ്ണ പതാക കയ്യിൽ കൊണ്ട് നടക്കാറില്ലേ? ചെറുതൊരെണ്ണം വാങ്ങിച്ചിട്ട്, അല്ലെ? നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അത് പിടിച്ച് ഓടി കളിക്കാറുണ്ട്, അല്ലെ? അതിങ്ങനെ പറക്കും കിടന്നല്ലേ? അപ്പൊ അതൊരു എന്താ പറയാ, ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞ, ഒരു വികാരമാണ്. ആ ഒരു ഫ്ലാഗ് ആയാലും ആ ഒരു ദേശീയ ഗാനമായാലും നമ്മൾ എവിടെയാണോ ദേശീയ ഗാനം പാടുന്നത് അപ്പൊ നമ്മൾ എണീറ്റ് നിൽക്കും, ഇല്ലേ? എണീറ്റ് നിൽക്കാറില്ലേ? ആ എണീറ്റ് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിലുള്ള പൗരബോധമാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നാഷണൽ ഫ്ലാഗ് ഉയർത്തുമ്പോഴും നാഷണൽ അന്തം കേൾക്കുമ്പോഴും അതുപോലെ തന്നെ പ്ലഡ്ജ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നുള്ള ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് വരും. മറ്റേതൊരു സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ ഒരു മൊമെന്റിൽ സ്കൂൾ അസംബ്ലിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലെ? നമ്മള് മുകളിലേക്ക് നോക്കുമ്പോൾ എവിടെ ഫ്ലാഗ് ഉയർത്തി കിട്ടുന്നുവോ അവിടേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ആണ് ഉണ്ടാവുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ പൗരബോധം സൃഷ്ടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കാനുള്ളതാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു പാർലമെന്റ് എങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ പാർലമെന്റ് എങ്ങനെയാ? 2 സഭകളുണ്ട്, അല്ലെ? ഒന്ന് ലോകസഭ, 2 രാജ്യസഭ, ഇല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് വിവിധ വിഷയങ്ങൾ എങ്ങനെയാ ചർച്ച ചെയ്യുന്നത്? പറഞ്ഞില്ലെങ്കിലും ഡിബേറ്റുകൾ, വാദപ്രതിവാദങ്ങൾ. ഒരു ഭാഗത്തുള്ളവര് അവരുടെ ആവശ്യം പറയുമ്പോൾ മറുഭാഗത്തുള്ളവര് അതിനെ ഡിബേറ്റ് ചെയ്യുന്ന തരത്തില് വാദപ്രതിവാദങ്ങള് നടക്കും. രാജ്യത്തിലെ കാര്യങ്ങള്, പ്രാദേശികമായ കാര്യങ്ങളും ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ അവര് അവതരിപ്പിച്ച് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പാർലമെന്റില്. അതായത് നമുക്കറിയാം പാർലമെന്റ് എന്ന് പറയുന്നത് 2 സഭകളാണ്. ഒന്ന് ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. രണ്ടും ചേരുന്നത് പല സമയത്തായിട്ടായിരിക്കുള്ളൂ, ചില സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ ഒരു കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് 2 കൂട്ടം ആളുകൾ ഉണ്ടാകും. ഒന്ന് എന്താ പറയാ, നമ്മുടെ സർക്കാരിന്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാകും, പിന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാകും, പിന്നെ ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പീക്കർ ഉണ്ടാവും, അല്ലെ? അവർക്ക് മേൽനോട്ടം കൊടുക്കാനായിട്ട് സ്പീക്കർ ഇല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു വിഷയം, ആ വിഷയം എന്ന് പറയുന്നത് ചിലപ്പോ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു വിഷയം അത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്, ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അത് പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൂടാതെ നാഷണൽ ലെവലിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അതും എന്ത് ചെയ്യാം, ഈ ഒരു വേദിയിൽ ചർച്ച ചെയ്യാം. അപ്പോ ഡിബേറ്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു കൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആർഗ്യൂ ചെയ്യുന്ന രീതിയിൽ, അതിനെ എന്താ പറയാ ഡിസഗ്രി ചെയ്യുന്ന രീതിയിൽ മറ്റൊരു കൂട്ടർ വാദിക്കും. അങ്ങനെയാണ് എപ്പോഴും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ തീരുന്നത്. അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാല് പലതരത്തിലുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് അറിയാനും
അവരുടെ ഒപ്പീനിയൻസ് മുഖവിലക്കെടുക്കാനും അതുപോലെ തന്നെ അതായത് ആവശ്യത്തിനുള്ളതിന് മാത്രം എടുത്തതിനെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അതായത് ഈ മീറ്റിങ്ങുകളും അതുപോലെ ഈ വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ചീത്തയായിട്ടുള്ളതിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ പേരുടെ ഒപ്പീനിയനും കുറെ പേരുടെ ആർഗ്യുമെന്റ്സും ഒക്കെ ഇതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നല്ലതിനെ എടുക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് എപ്പോഴും നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള മോക്ക് പാർലമെന്റ് എന്ത് ചെയ്യണം, സ്കൂളുകളിലും സംഘടിപ്പിക്കണം. കുറച്ച് സ്റ്റുഡൻസിനെ ഒരു സൈഡിൽ ഇരുത്തുക, കുറച്ച് സ്റ്റുഡൻസിനെ മറ്റു സൈഡിൽ വേറൊരു സൈഡിൽ ഇരുത്തുക. എന്നിട്ട് അവര് തമ്മിൽ എന്ത് ചെയ്യുക, ഈ പാർലമെന്റിൽ നടക്കുന്ന പോലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകള് ഈ ഇതില് പറയാന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഡിബേറ്റ് പോലെ കണ്ടക്ട് ചെയ്യുക, അത് നല്ലതാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതിന്. ക്ലിയർ ആണോ? The next point, മൂന്നാമത്തേത് അറേഞ്ചിങ് ട്രിപ്പ് ടു പ്ലേസസ് ഓഫ് കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ചെയ്യാറുണ്ട്. സാംസ്കാരിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള, ചരിത്ര പ്രാധാന്യമുള്ള, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ പഠനയാത്രകൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ട്രിപ്പ് കൊണ്ടുപോവാം. പോയിട്ടുണ്ടോ നിങ്ങള്? ഒന്ന് ഓർത്തു നോക്കി. ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? എവിടേക്കാ പോയിട്ടുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ചിലപ്പോ റിലീജിയസുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും. അഞ്ചുതെങ്ങ് കോട്ട, പത്മനാഭപുരം കൊട്ടാരം. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ പത്മനാഭപുരം കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ശക്തൻ തമ്പുരാൻ പാലസിലേക്ക് പോയിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ പാലസ് അല്ലെ, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ അവിടെ തൃശ്ശൂര് മ്യൂസിയം ഉണ്ട്. ഇതിന്റെയൊക്കെ രാജാക്കന്മാരുടെ ഒക്കെ പല സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക് പോയിട്ടുണ്ട്. ഹിൽ പാലസ് ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ്, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ മൈസൂർ ഇത്തരത്തിലുള്ള പ്ലേസുകളിലേക്ക് നമ്മള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, ആരൊക്കെയാണ് ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവര് കൊണ്ടുവന്നത്, എന്തൊക്കെ എന്താ പറയാ ഇപ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അവര് നൽകിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലേസുകൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിന്റെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ നമ്മളത് നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഗൗരവം കൂടുതലായിട്ട് മനസ്സിലാവും അല്ലെ? ആണോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുവാണ് എന്താ, അതായത് കൊച്ചി ഭരിച്ചിരുന്ന രാജവംശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. രാജാക്കന്മാരുണ്ടായിരുന്നു, നല്ല രീതിയിൽ അവര് ഭരിച്ചിരുന്നു. പിന്നെ കുറേയധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവരുടെ ആസ്ഥാനം പാലസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അത് നോക്കി പഠിക്കുകയാണ്. പക്ഷെ നമ്മള് ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവാണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഹിൽ പാലസിൽ ചെന്നു കുറേ കാര്യങ്ങൾ നമ്മൾ കാണുവാണ് അല്ലെ. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്, അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങള്, അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങള്, അവരുപയോഗിച്ചിരുന്ന മുറികള് അല്ലെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര അധികം ഇമ്പോർട്ടന്റ് ആണ്. അവര് ചെയ്തിരുന്ന കാര്യമൊക്കെ റിയൽ ആയിട്ടുള്ളതാണ്. ചിലപ്പോ നമ്മള് ബുക്കിൽ വായിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഇതൊക്കെ വെറുതെ ആണോ, അത് ഇത് പിടിപ്പിച്ചിരിക്കുന്നതല്ലേ എന്ന് തോന്നുന്നു അല്ലെ. പക്ഷെ അങ്ങനെയല്ല, കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ ഇവര് ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് ഇവരെന്ന് നമുക്ക് സ്വയം തോന്നും ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഹിൽ പാലസ് കാണാനായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഹിൽ പാലസ് കാണാനായിട്ട് പോകുന്നത്.
എറണാകുളത്തുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും ഇതുവരെ കാണാനായിട്ട് പോയിട്ടില്ല. അപ്പോ ഞങ്ങൾ നമ്മളെ സ്റ്റഡി ടൂർ കൊണ്ടുപോയതാ. സ്റ്റഡി ടൂർ കൊണ്ടുപോയപ്പോ സെക്കൻഡ് ഇയറിനാണ് സ്റ്റഡി ടൂർ കൊണ്ടുപോയത്. അപ്പോ ഈ ഹിൽ പാലസ് കാണാനായിട്ട് ചിലപ്പോ ഭയങ്കര അതിശയായിരുന്നു. ഈ ഒരു കാര്യം നമ്മള് സിനിമയിലെ കണ്ടിട്ട്, നമ്മുടെ മഴച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിലുണ്ട് അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അത് നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും ഒക്കെ ശരിക്കും ഫീൽ ചെയ്തത് അത് നേരിൽ കാണുമ്പോഴാണ്. പഠിച്ചിരുന്ന കാര്യങ്ങള്, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേപടി തന്നെ കാഴ്ചയിൽ കാണുവാണ് ചെയ്യുന്നത്. ഞങ്ങള് പോയപ്പോഴേ മാം, ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങള് ഇതാ രാജാവിന്റെയാണ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേര് പറയും, ആ ഇത് മോഹൻലാൽ അതിലെ നടന്നതല്ലേ, ഇത് ശോഭന ഇവിടെ ഇരുന്നതല്ലേ. അതായിരുന്നു കൂടുതലും നമുക്ക് കൂടുതലും ആ സിനിമ നമ്മളെ അത്രയധികം പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അവര് ഓരോ സ്ഥലങ്ങളും നമ്മള് മോഹൻലാലൊക്കെ കേറി പോണ കോണിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയായിരുന്നു. ഓ നമ്മള് ഇവിടെയൊക്കെ ശോഭന ഇരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ രാജാക്കന്മാരനെയൊക്കെ മറന്നു അപ്പൊ. ഞങ്ങക്ക് ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അല്ല ടീച്ചറെ, ഞങ്ങള് ഇതാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഓർമ്മ, ഇങ്ങനെ ഇതിലെ മോഹൻലാല് പോയിട്ടുണ്ട്, ഇത് ഇവിടെയൊക്കെ ശോഭനയൊക്കെ ഇരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മറ്റേ പ്രത്യേക തരത്തിലുള്ള ടൈലൊക്കെ ഉണ്ടല്ലോ, കളർ ടൈലുകള്, ആ ഗോവണിയൊക്കെ ഇറങ്ങി ആ ഗോവണിയൊക്കെ കാണുമ്പോ ഓ ശോഭനയൊക്കെ ഇതിലെ കേറിപ്പോയതാ പറഞ്ഞിട്ട് നമുക്ക് നമ്മളിപ്പോ പഠിക്കുന്ന കാലത്ത് പറഞ്ഞ കുട്ടികളാണല്ലോ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലം. ഞാൻ ഹിസ്റ്ററിയെ പഠിച്ചത്, ഡിഗ്രിക്ക് ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇതായപ്പോഴാണ് നമുക്കത് പറഞ്ഞു തരാനാണ് അവര് ശ്രമിക്കണത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മള് തിരുത്തുമായിരുന്നു. പക്ഷെ നമ്മൾ ടെക്സ്റ്റില് വായിക്കണേക്കാളും കൂടുതൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയും കൂടുതൽ. വർഷങ്ങളായാലും അതെ, രാജാക്കന്മാരുടെ പേരുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് ഇപ്പോ നമ്മൾ ഈ പാരസ്റ്റട്ട് റെക്കോർഡ് പഠിച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടാണ് അന്ന് മോണ്ടിസോറിയുടെ ഇതിന് ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നത്. അപ്പൊ നമുക്കത് കൂടുതൽ ഉപയോഗമായി. നമ്മളൊന്നും അറിയാണ്ട് ചെന്ന് കഴിഞ്ഞാൽ അയ്യോ ഇത് കണ്ടിട്ടും കൂടി ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ റെക്കോർഡ് എഴുതിയിട്ട് ചെന്നപ്പോ നമുക്കത് ഇന്നത് എഴുതിയപ്പോ ഇതാണല്ലേ അത് എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ അപ്പോ ഇതാണ് അതായത് നമ്മള് പഠിക്കുന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ കേട്ട സംഭവം, അത് നമ്മള് റിയാലിറ്റിയിൽ നമ്മളത് കാണുമ്പോഴാണ് കൂടുതൽ അതിന് വ്യക്തത വരുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു പഠനയാത്രകൾ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ആ വാല്യൂസ് ഇതിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. സാംസ്കാരികപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ്, ഹിൽ പാലസിന്റെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂ എന്താണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, celebrating national festivals, Republic Day, Independence Day, World Environment Day. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുക, അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക, പിന്നെ എൻവയറൺമെന്റ് ഡേ അത് ആഘോഷിക്കുക. ഇങ്ങനെയുള്ള നാഷണൽ ആയിട്ട് വരുന്ന ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് കുട്ടികളിൽ പൗരബോധം ഉണർത്തുന്ന കാര്യങ്ങളാണ്. അതായത് പണ്ടൊക്കെ ഇപ്പോ എനിക്കറിയില്ല എത്രമാത്രം കുട്ടികൾ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേക്കൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടോ. സ്കൂളിൽ ആ സമയമാകുമ്പോ പോകുന്നുണ്ടോ? കുട്ടികളെ വിടാറുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ അവധി എന്നുള്ള രീതിയിലാണോ ഇരുത്താറുള്ളത്? അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് പിള്ളേരെ. സ്കൂളുകളിലൊക്കെ ചിലപ്പോ എന്ത് ചെയ്യാറില്ല, നിർബന്ധമായിട്ട് ചെല്ലണം എന്നൊന്നും പറയില്ല. ഭൂരിഭാഗം കുട്ടികളും പോകാറില്ല. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡേയ്സില് സ്കൂളിലെത്തുന്നത്. പണ്ടൊക്കെ ആയിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നത്, എന്തായാലും വരണം എന്നുള്ള, എന്തായാലും വന്നിരിക്കണം, ഇത്ര മണിക്ക് വരണം, ഇത്ര മണിക്കാണ് ഫ്ലാഗ് ഉയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്ററുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുറെ അധികം മാറി. അപ്പൊ ഇത്തരത്തിലുള്ള ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളിൽ ആ ഒരു പൗരത്വ ബോധം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then last one, establishing
ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലബുകള്, സൊസൈറ്റികള്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പൗരത്വ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലബുകളും സൊസൈറ്റികളും ഒക്കെ രൂപീകരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ആണ്. അത് സുബിതയല്ലേ സെമിനാർ എടുക്കുന്നത്? അതെ മിസ്സേ, ഞാനാണ്. എടുത്തോളൂ കേട്ടോ. ആദ്യം റീഡ് ചെയ്യാം അല്ലേ? റീഡ് ചെയ്യാം. Social service program. Social service activities promote social belongingness, social cohesion, and social well-being. The following activities may be organized for the purpose: organization of literacy campus in rural areas, slum areas, renditions, voluntary service during local festivals, organizing campus for highlighting the importance of environmental hygiene, participating in minor creation works in and outside the school like laying out link roads, gardens, whitewashing, etc., organizing public recreation campaigns, environmental pollution, AIDS, evils of dowry, etc. Social service programs. സാമൂഹ്യ സേവന പദ്ധതി. സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി പ്രൊമോട്ട് സോഷ്യൽ ബിലോങ്ങിങ്സ്. സാമൂഹ്യ സേവന പദ്ധതി എന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് സമൂഹത്തിന് ഐക്യവും കെട്ടുറപ്പും നൽകുന്നു. സമൂഹ സേവനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരി പ്രദേശങ്ങളിലും അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ സാക്ഷരതാ ക്യാമ്പുകൾ വെക്കുക. അതായത് സാക്ഷരതാ പ്രേരക് എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അവരെ 7th പാസ്സാവാത്തവർക്ക് ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ സാക്ഷരതാ ക്യാമ്പുകൾ, ക്ലാസ്സുകൾ വെക്കും. നമ്മുടെ പ്രദേശത്ത് വന്നിട്ട് വീട്ടിൽ ആരെങ്കിലും 7ാം ക്ലാസ് പാസ്സാവാത്തവരുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവരുടെ പേര് എഴുതിയിട്ട് ഇന്ന ദിവസം അങ്കമാടിയിലോ, ഞങ്ങളുടെ അവിടെ അങ്കമാടിയിലാണ്, അങ്കമാടിയിൽ വന്നിട്ട് അവരെ രജിസ്റ്റർ ചെയ്യും. 7ാം ക്ലാസ് തത്തുല്യ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ആഴ്ചയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. ആദ്യം എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് അതിനുള്ള ക്ലാസ്സുകൾ മലയാളം അതേപോലെ ഉള്ളത് എടുത്തു കൊടുത്തിട്ട് അവരെ 7ാം ക്ലാസ് തത്തുല്യം പാസ്സാക്കും. അത് കഴിഞ്ഞ് 10th ഉണ്ട് ഇതേപോലെ 10th പാസ്സാവാത്തവർക്കും എക്സാം ഇതേപോലെ സാക്ഷരതാ പ്രേരക് വന്നിട്ട് അവർക്ക് ആഴ്ചയിൽ ക്ലാസ് വെച്ചിട്ട് അവരെ 10th പാസ്സാക്കും. 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2നും ഇതേപോലെ ഡിഗ്രിക്കും ഇങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്. ഞങ്ങളുടെ ഇവിടെ അങ്കമാടിയിൽ സാക്ഷരതാ പ്രേരക് വന്നിട്ട് വീടുകളിൽ ഇങ്ങനെ അന്വേഷിക്കും, ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, +2 കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രി എഴുതാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ എമൗണ്ട് ഉണ്ട്, അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ക്ലാസ് ആയിരിക്കും. സൺഡേയിൽ ഏതെങ്കിലും സ്കൂളുകളിലായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ വടക്കാഞ്ചേരി അങ്ങനെ അടുത്ത ഏതെങ്കിലും സ്കൂളുകളിൽ പോയിട്ട് അതിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് എക്സാം അതേപോലെ എഴുതിയിട്ട് 10th +2 ഡിഗ്രിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ തീരെ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള ആഗ്രഹം, പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവർക്കും അത് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യണവർക്കൊന്നും അത് ബാധകമല്ല. സൺഡേസിലാണ് അതിന്റെ ക്ലാസ്സിന് പോകണം. സൺഡേയിൽ ഇപ്പോൾ 1 മാസത്തിൽ 3 ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് തോന്നുന്നു. തീരെ ക്ലാസ്സിന് പോവാതിരിക്കാൻ പറ്റില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അത് കൂടുതലായിട്ടും ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ ടീച്ചേഴ്സ് വരാറുണ്ട്. ഇനി അടുത്തത് റെൻഡേഷൻ വോളണ്ടറി സർവീസ് ഡ്യൂറിങ് ലോക്കൽ ഫെസ്റ്റിവൽസ്. അതായത് നമ്മുടെ അവിടെയുള്ള പ്രാദേശിക ഉത്സവങ്ങളിൽ സന്നദ്ധ സേവനം നടപ്പിലാക്കുക. പിന്നെ പരിസര ശുചിത്വത്തെ കുറിച്ചിട്ട് അവബോധ ക്ലാസുകൾ നടത്തുക. ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ ഹരിതസേന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാസത്തിലൊരിക്കൽ വന്നിട്ട് അവർ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, അത് ഓരോ മാസം ഈ മാസം പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പുകളാണ്, പിന്നെ ഒരു മാസത്തിൽ അവര് ചില്ലുകൾ, അങ്ങനെ ഓരോ മാസം ഉണ്ടായിരിക്കും ഇന്ന ഓരോ ചില്ലും പ്ലാസ്റ്റിക്കും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവർ എല്ലാ മാസവും വന്നിട്ട് ഒരു കൃത്യ ഡേറ്റിൽ വന്നിട്ട് അവർ കളക്ട് ചെയ്യും. അതിന് നമ്മൾ ചെറിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കണം. അത് വളരെ നല്ലൊരു പദ്ധതിയാണ് ഗവൺമെന്റിന്റെ. പ്ലാസ്റ്റിക് വിമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ നല്ലൊരു പദ്ധതിയാണ് ഹരിതസേന എന്ന് പറഞ്ഞിട്ട്.
പിന്നെ ഉള്ളത് പാർട്ടിസിപ്പിംഗ് മൈനർ ക്രിയേഷൻ വർക്ക് ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ ലൈക്ക് ലേയിങ് ഔട്ട് ലിങ്ക് റോഡ്സ്. നമ്മുടെ എന്താ പറയാ പബ്ലിക് സ്ഥലങ്ങളിലെ ഗാർഡൻസ്, അതേപോലെ വൈറ്റ് വാഷിംഗ്, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വൈറ്റ് വാഷിംഗ്, അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന ഒരു നമ്മളെ കൊണ്ടുള്ള ഒരു സാമൂഹ്യ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഉള്ളത് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു അവബോധം, പരിസ്ഥിതി മലിനീകരണത്തിനെ കുറിച്ച് ഒരു അവബോധ ക്ലാസ്സുകൾ വിളിക്കുക. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അതേപോലെ ടയറുകൾ അങ്ങനെയുള്ളതൊന്നും കത്തിക്കരുത്. അങ്ങനത്തെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു അവബോധ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. അതേപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയാ രക്തദാനം തുടങ്ങിയിട്ടുള്ള ക്യാമ്പുകളെ കുറിച്ചിട്ടുള്ള അതിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുക. പിന്നെ സ്ത്രീധനത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്യാമ്പുകൾ നടപ്പിലാക്കുക. അപ്പോൾ തീരെ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാൻ പറ്റാത്തത്, സമ്പന്നര് കൂടുതലായിട്ടുള്ളത് സ്ത്രീധനം കൊടുക്കുമ്പോൾ പാവപ്പെട്ടവരെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പൊ സ്ത്രീധനത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുള്ളത്. സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ സുരക്ഷിതരാവും എന്നുള്ള ഒരു ചിന്തയിലാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെയല്ല, സ്ത്രീധനം നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോധവൽക്കരണ ക്യാമ്പ് നടപ്പിലാക്കുക. പിന്നെ അത്രേ ഉള്ളൂ മിസ്സേ. വെരി ഗുഡ്, നന്നായിട്ട്. നമുക്ക് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? സോഷ്യൽ സർവീസസ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ സമൂഹത്തിന്റെ യൂണിറ്റി, അതുപോലെ തന്നെ വെൽഫെയർ, അതിനെ വളർത്താൻ സഹായിക്കുന്നതാണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതില് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സ്ലം ഏരിയാസിലും ചേരി പ്രദേശങ്ങളിലും ഒക്കെ സാക്ഷരതാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാന്. അതായത് ധാരാളം ആളുകളുണ്ട് അല്ലെ, എന്താ പറയാ ലിറ്ററേറ്റ് അല്ലാത്ത ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാഭ്യാസം കിട്ടാത്തവരുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താ പറയാ എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോ പഠിക്കാത്തവരാണെങ്കിൽ കൂടിയും അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി, അതുപോലെ പരീക്ഷ എഴുതി പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് സേവനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഹൈജീൻ, അതിന്റെ പ്രാധാന്യം എന്താണ്, അതായത് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങളാണ്, ഹൈജീനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും, ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള അവയർനെസ് ക്യാമ്പുകൾ നടത്തുക. പിന്നെ അതുപോലെ തന്നെ സ്കൂളിനകത്തും പുറത്തുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോ സ്കൂളിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ സ്കൂളിനകത്തുള്ള ഏതെങ്കിലും, ഇപ്പോ എന്താ പറയാ സ്കൂൾ എന്ന് പറയുന്ന ഒരു കെട്ടിടമാണല്ലോ, അപ്പൊ ആ ഒരു കെട്ടിടത്തിൽ ഏതെങ്കിലും റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. സ്കൂളിന് പുറത്തുള്ള റോഡ് ഉണ്ട്, അവിടെ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകൾ നിർമ്മിക്കുക, തോട്ടങ്ങൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റ് പൊല്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ എയ്ഡ്സ്, അതുപോലെ തന്നെ സ്ത്രീധനം, ഡൗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവയർനെസ് കൊടുക്കുക. എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്താണ്, അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പലതരത്തിലുള്ള പൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നമ്മളതിനെ അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളിൽ ആ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പോസ്റ്റേഴ്സ് പ്ലക്കാർഡോ മാൻ ആൻഡ് എൻവയോൺമെന്റ്? ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ത്രീധനം
സ്ത്രീത്വത്തിന്റെ, അതായത് ഡൗറിയുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം സമൂഹത്തിന് ഒരു ആണ് അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുക. ഇതൊക്കെ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ കുറേയധികം അവയർനെസ് ആണ്, അതായത് കുട്ടികളുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും അവരെ നല്ലൊരു വ്യക്തിയായിട്ട് കുഞ്ഞിനെ മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ നാളെ കൊടുത്തേക്കാം കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈല്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം, അതിന്റെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ നാളെ കിട്ടും കേട്ടോ ക്വസ്റ്റ്യൻസ്. ഇനി ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ. ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് കിട്ടാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമോ? ഞാൻ പറഞ്ഞു ഡെവലപ്മെന്റ് പ്രൊഫൈൽ, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കൊടുത്തിട്ടുണ്ട്. നാളെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു 7ാമത്തെ ചാപ്റ്റർ കൊടുത്തേക്കാം. അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ലല്ലോ. പിന്നെ നോക്കിയായിരുന്നോ? ഇല്ല മാം, ഇതന്നെ ഈ 3 തന്നെയുള്ളൂ ഇനി തരാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ പരമാവധി ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ടഫാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ പാഠം പോലത്തെ എളുപ്പമല്ല. ഓക്കെ, പഠിച്ചെടുത്താലും കുറച്ചും കൂടി ഓക്കെയാണ്. എന്നാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ, ലൈവ് ആയിട്ടുള്ള. ഓക്കെ, ഇനി അല്ലാത്തവരാണെങ്കിൽ വർക്കൗട്ട് ക്ലാസ് കാണാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ആരെങ്കിലും സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ
വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? സുബിത് സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? Thank you, Miss. Today class was very helpful to us. I am thankful my friends today participate class. Thank you very much. Okay, thank you so much. Thank you, ma'am. Okay, next class. Thank you.